ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുട്ടിയുടെ എന്താ പറയുക അവരുടെ അറിവ് വളർത്തുക എന്നതാണ് ഒരു ടീച്ചറുടെ പ്രധാന കടമ. നമ്മളൊരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ച് വളർന്നിട്ട് അവരുടെ ഓരോ ദിവസവും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ വിദ്യാഭ്യാസവും. വിദ്യാഭ്യാസത്തിനായി നമ്മൾ മാതാപിതാക്കൾ നമ്മളെ കുട്ടികളെ എവിടേക്കാണ് പറഞ്ഞയക്കാറുള്ളത്? അതെ, വിദ്യാലയങ്ങളിൽ നമ്മൾ പറഞ്ഞയക്കുന്നു. നമ്മുടെ കുട്ടികൾ അവിടെ നിന്ന് എന്ത് നേടുന്നു? വിദ്യ നേടുന്നുണ്ട് അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും അവരുടേതായ രീതികളുണ്ട് പഠനത്തിൽ. ചില കുട്ടികൾ നന്നായി പഠിക്കും, ചില കുട്ടികൾ ഒരു ആവറേജ് ആയിട്ട് പഠിക്കും. ഇങ്ങനെ പലതരത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പഠനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു LKG മുതൽ ഒരു +2 വരെയുള്ള കുട്ടികളെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവർ ഈ ദിവസവും പുതിയ പുതിയ അറിവുകൾ നേടുന്നു. പക്ഷേ എല്ലാ ദിവസവും ഇവർ ഈ അറിവ് എന്ത് ചെയ്യുന്നില്ല, എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് പഠിച്ച കാര്യം അവർ ഇന്ന് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് നൽകാൻ പറ്റില്ല. ചിലപ്പോൾ ചില കുട്ടികൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു കുറച്ച് കുട്ടികൾ, ഇപ്പോൾ ഒരു വിഭാഗം കുട്ടികൾ എന്ത് ചെയ്യും, അവർ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യും, അവരൊരു വാല്യൂ ഇല്ലാണ്ട് അവർ നാളെ പഠിക്കാം മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ മാറ്റി വെക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഈ കുട്ടികൾ ഇതിങ്ങനെ മാറ്റി വെച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം ആണെങ്കിൽ പോലും എക്സാമിൻ്റെ മുന്നേ ഒരു 10 ദിവസമൊക്കെ ലീവ് ഉണ്ടാകും. പക്ഷേ ഈ കുട്ടികൾ എന്താ ചെയ്യുക, 10 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഇനി ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം, 8 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം, ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നാണ് ഇവർ പഠിക്കാനിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ടെൻഷനും അവരുടെ കൂടെ ഉണ്ടാവും. ഈ പഠിക്കുന്നതോടൊപ്പം ഒരു ടെൻഷനും ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പഠിച്ചാൽ ഇവിടെ എത്തൂല എന്നുള്ള ഒരു ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ എനിക്കിത് മൊത്തം പഠിക്കാൻ കഴിയില്ല. അങ്ങനെ കുട്ടികളുടെ ചിന്ത പലതരത്തിലായിരിക്കും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അറിവ് ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാരൻസ് എന്ത് ചെയ്യും, ട്യൂഷൻ പറഞ്ഞയക്കും. അതേപോലെ മറ്റ് ക്ലാസ്സസൊക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ അതൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതെൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ പേരാണ്, നമ്മുടെ പേര് സിംപ്ലി ലേൺ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പല ഭാഗങ്ങളിൽ നിന്നുള്ള അറിവുകൾ നൽകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആസ് എ ടീച്ചർ എന്ന നിലയിൽ ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ട അറിവും അതുപോലെ ആ കുട്ടിക്ക് കിട്ടേണ്ട അറിവും ഇനി ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന അറിവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ആക്കി ഇടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന് മലയാളത്തിലെ അക്ഷരങ്ങൾ അറിയാമായിരിക്കും, പക്ഷെ അത് കൂട്ടി എഴുതാൻ അറിയില്ല. മലയാളം ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെത്തിയൊരു കുട്ടി 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ വെച്ച് പഠിക്കേണ്ട ഗുണന പട്ടിക എന്ത് ചെയ്തില്ല, പഠിച്ചില്ല. അപ്പം അതൊക്കെ നമ്മുടെ ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവന് ഗുണന പട്ടിക പഠിക്കാം. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവൻ ഈ വീഡിയോ കണ്ടിട്ട് ഗുണന പട്ടിക പഠിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ സ്കൂളിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ട്യൂഷനും മറ്റ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുണ്ടാകും, അവർക്ക് സമയമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എന്തായാലും കുറച്ച് സമയം നമ്മൾ ഡെയിലി ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കുന്നതാണ് അധിക പാരൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പലയിടത്തും അങ്ങനെ കൊടുക്കാത്തതായിട്ടുണ്ട്. എങ്കിലും നമ്മൾ കുറഞ്ഞ സമയം നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന പാരൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിൻ്റെ ആ ഒരു സമയം നമ്മൾ ഫോൺ കൊടുക്കില്ലേ ഇവർക്ക്, ഇപ്പോൾ എന്തെങ്കിലും ഗെയിംസ് കളിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന, നമ്മുടെ ചാനലിൽ സിംപ്ലി ലേണിൽ വരുന്ന വീഡിയോസ് ഇവരെ കാണിക്കാം. എന്നിട്ട് അവരോട് പറയാം കുറച്ച് സമയം വീഡിയോസ് കണ്ടിട്ട് ഫോണിൽ കളിച്ചോ എന്ന് പറയണം. അപ്പോൾ ഈ കുട്ടികൾ ഈ വീഡിയോസ് കണ്ടിട്ട് ചിലപ്പോൾ അതിൽ എഴുതാനും
എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു റഫ് പഴയ നോട്ട്ബുക്ക് മതി. വീട്ടിലെ നമ്മൾ പേജസൊക്കെ ബാക്കിയുള്ള ഒരു നോട്ട്ബുക്ക് മതി. അതെടുത്തിട്ട് എന്ത് ചെയ്യാം, അതിലെഴുതിയാൽ മതി. അതിനായിട്ട് വേറെ നോട്ട്ബുക്ക് ഒന്നും മേടിക്കണ്ട. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്രീ ആയിട്ട് ഒരു ക്ലാസ് കേൾക്കുക. അതായത് അവരിപ്പോഴത്തെ ലെവലിൽ നിന്ന് അവർ ഇമ്പ്രൂവ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇത് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സിംപ്ലി ലേൺ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എന്തായാലും അമർത്തണം. നിങ്ങളത് ചെയ്യണം, എങ്കിലേ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് വരുള്ളൂ. ഇല്ലെങ്കിൽ വീഡിയോസ് വന്നാൽ നിങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. പിന്നെ അതിന് ശേഷം നമ്മുടെ വീഡിയോസിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടും, അതേപോലെ വീഡിയോ ആയിട്ടും ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം മക്കൾ കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യും. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഇത് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തും. ഇതൊക്കെ എന്താണ്, അത്രത്തോളം നമ്മൾ ഭയങ്കര ഇതായിട്ട് നിങ്ങൾ കാണരുത്. അവരുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിൽ വീഡിയോസ് ലിസൺ ചെയ്യണം, നല്ല പോലെ ലിസൺ ചെയ്യണം, മനസ്സിലാക്കിയിരിക്കാൻ എന്തെന്ന് വെച്ചാൽ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ പറയും, അത് ജസ്റ്റ് കേട്ടാൽ മതി. പിന്നെ നിങ്ങൾ ആവശ്യമുള്ളിടത്ത് നോട്ട്സ് എഴുതുക. പിന്നെ ഈ ചില വീഡിയോസിൻ്റെ താഴെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ക്വസ്റ്റ്യൻ എന്തെങ്കിലും വീഡിയോയിൽ പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആവുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം പാരൻസ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, അതുപോലെ തന്നെ കുട്ടികളെ വീഡിയോസ് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് സ്റ്റുഡൻസിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ, സിംപ്ലി ലേൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.